എന്ന് സങ്കല്പിക്കുക. ആ സൂര്യപ്രഭയിൽ ശംഖചക്രഗദാപദ്മങ്ങളുമായി സാക്ഷാൽ മഹാവിഷ്ണു നിൽക്കുന്നതായി സങ്കല്പിക്കുക. ആ വേദനാരായണന്റെ തിരുപ്പാദങ്ങളിൽ നിന്നും ജ്ഞാനപ്രവാഹമായ അമൃത് ഉത്ഭവിക്കുന്നതായും അത് നമ്മളുടെ ശരീരമാകെയും വ്യാപിക്കുന്നതായും സങ്കല്പിക്കുക. 72,000-ലേറെ നാടികളെയും അത് ശുദ്ധീകരിക്കുന്നുവെന്നും തന്റെ കോശകോശാന്തരങ്ങളെല്ലാം തന്നെ അത് ശുദ്ധീകരിക്കുന്നുവെന്നും സങ്കല്പിച്ച് ആ ആനന്ദമായ ആ അമൃതത്തെ നുകരുക. ആ ആനന്ദമായ നാരായണ സ്വരൂപം തന്നെയാണ് താനെന്നും ആ നാരായണനോളം വേണ്ടുന്ന ശുദ്ധി തനിക്കും കൈവന്നു എന്നും മനസ്സിലാക്കുക. ആ നാരായണ നൃത്തത്തിൽ തന്നെയാണ് താൻ നിൽക്കുന്നു എന്നും ആ നാരായണനിലേക്ക് ആ നാരായണ നൃത്തത്തിലേക്ക് തന്നെ സ്വയം സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ എല്ലാവരും സ്നാനം ചെയ്യുക. 3, 9 എന്ന കണക്കിൽ അവനവനാകുന്ന രീതിയിൽ സ്നാനം ചെയ്യുക. ഇനി അങ്ങോട്ട് പുണ്യമാകുവാനില്ല, പാപങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് സങ്കല്പിച്ച് താൻ പുണ്യസ്വരൂപമാണ് എന്ന് സങ്കല്പിച്ച് ഉറക്കെ പറയുക, പുണ്യോഹം പുണ്യോഹം പുണ്യോഹം. ഈ ജ്ഞാനപ്രവാഹമായല്ല ഉല്ലാസിന്ധു ഗംഗ തന്നെ എന്ന് സങ്കല്പിച്ച് ഉറക്കെ ഉറക്കെ ഉച്ചത്തിൽ എല്ലാവരും പറയുക, ഹര ഹര ഗംഗേ 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 ജയ ജയ ഗംഗേ ജയ ജയ ഗംഗേ ജയ ജയ